ഹലോ, എന്താണ് നമസ്കാരം. തായ് ക്ലവി ഒറ്റവാക്കിൽ പറഞ്ഞാൽ തള്ള വൈബ്. ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്ത രാധിക ശരത് കുമാർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച തായ് കിഴവി. ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് മധുരയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ പാവനത്തായി എന്ന് പറയുന്ന കർക്കശക്കാരിയായിട്ടുള്ള വൃദ്ധയും അവരുടെ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന, ആരെയും ഭയമില്ലാത്ത, എല്ലാവരെയും വിറപ്പിച്ചു നിർത്തുന്ന ഒരു ഗോഡ് മദർ സ്വഭാവമാണ് നമ്മുടെ പവനത്തായിക്ക് ഉള്ളത്. അവർക്ക് 3 ആൺമക്കളും 1 പെൺമകളുമാണ് ഉള്ളത്. മക്കളെ എല്ലാം വീട്ടിൽ നിന്ന് പുറത്താക്കി പവനത്തായി തൻ്റെ മകളോടൊപ്പമാണ് താമസിക്കുന്നത്. ഒരു ദിവസം പെട്ടെന്ന് പവനത്തായി ബോധരഹിതയായി വീഴുന്നതോടുകൂടി കോമ സ്റ്റേജിലേക്ക് എത്തുകയാണ്. അപ്പോൾ അമ്മയുടെ പക്കലുള്ള ഏകദേശം 160 പവൻ സ്വർണം കൈക്കലാക്കാൻ അകന്നു കഴിഞ്ഞിരുന്ന മക്കളെല്ലാവരും കൂടി തിരിച്ചെത്തുകയാണ്. സ്വർണത്തിനായിട്ടുള്ള മക്കളുടെ പരക്കം പാച്ചലും അതിനിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് കോമഡി എലമെൻറ്റുകളുമാണ് സിനിമയുടെ പ്രധാനമായിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കുടുംബ ബന്ധങ്ങളുടെയും അതോടൊപ്പം തന്നെ തമിഴ് മണ്ണിലെ സ്ത്രീകളുടെ കരുത്തിൻ്റെയും നേർക്കാഴ്ചയെ സിനിമാറ്റിക്കായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു വൃദ്ധയുടെ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന ഒരു സിനിമാറ്റിക് രൂപമാണ് തായ് കിഴവി എന്ന് പറയുന്നത്. സ്ത്രീകൾ സാമ്പത്തികമായിട്ടും അത് എത്ര കാലങ്ങൾക്ക് മുമ്പ്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സ്വതന്ത്രയായിരിക്കണമെന്നുള്ള ശക്തമായ ഒരു മെസ്സേജ് കൂടി ഈ സിനിമ നൽകുന്നുണ്ട്. ഈ കാലഘട്ടത്തിലല്ല ഞാൻ പറയുന്നത്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഉള്ള ഇതിൽ രാധിക ശരത് കുമാർ എന്ന് പറയുന്ന ഒരു പാവനത്തായി എന്ന് പറയുന്ന കഥാപാത്രമായി രാധിക ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു ഗ്രാമീണ വൃദ്ധയുടെ ശരീരഭാഷയും സ്ലോങ്ങും അതോടൊപ്പം തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ആദ്യ പകുതിയിലും അതോടൊപ്പം തന്നെ ക്ലൈമാക്സിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കിടിലമായിരുന്നു. അതോടൊപ്പം തന്നെ സപ്പോർട്ട് കാസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ള സിംഗംപുലി, ബാലശരവണൻ, മുനീഷ്കാന്ത്, അരുൾദാസ്, അങ്ങനെ കുറേ പേര് മക്കളായിട്ട് ബന്ധുക്കളായിട്ടും അവരൊക്കെ വന്ന് അവരുടെ ഇതൊക്കെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. സിംഗംപുലി കമലഹാസൻ്റെ ആരാധനായിട്ടുള്ള വേഷം വളരെ നല്ല തന്മയത്തോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശിവകുമാർ മുരുകേശൻ്റെ സംവിധാനം വളരെ അഭിനന്ദനാർഹമാണ്. ഒരു വൃദ്ധയെ നായികയാക്കി സിനിമ എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തെ, ഹാസ്യത്തിൻ്റെ മേൻപൊടിയും കൂടി കൂട്ടിക്കലർത്തിയ ആ ഒരു ധൈര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ സിനിമയിലുടനീളം കമൽഹാസൻ സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങൾ, അതോടൊപ്പം തന്നെ ഒരുപാട് റെഫറൻസുകളും സംവിധായകൻ മനോഹരമായിട്ട് പല സ്ഥലങ്ങളിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു ബെസ്റ്റ് സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതോടൊപ്പം തന്നെ മധുര സ്ലാങ്, മധുരക്കാരുടെ തനതായിട്ടുള്ള ഭാഷാശൈലിയും അവിടുത്തെ തമാശകളും അല്പമെങ്കിലും നന്നായിട്ട് തമിഴ് അറിയുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ്, അല്ലാത്തവർക്ക് ഇത്ര ബുദ്ധിമുട്ടാവും അത് അവരുടെ സ്ലാങ് കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിലെ ഒരു ബാലശരവണൻ അഭിനയിച്ചിട്ടുള്ള ആംബുലൻസിന് അകത്തുള്ള ആ ഒരു രംഗം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു കീ മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ക്ലൈമാക്സിൽ ലാങ്കുഴി എന്ന് പറയുന്ന കളിയെ മുൻനിർത്തി സ്ത്രീകൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നിക്കലി ഇത് നോക്കുമ്പോൾ നിവാസ് കെ പ്രസന്നയുടെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഒരു ഒഴുക്കിന് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഴയ പാട്ടുകളുടെ ആ ഉപയോഗം സിനിമയ്ക്ക് കൂടുതൽ ഒരു ഉണർവ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഛായാഗ്രഹണം, ഗ്രാമീണത്തിൻ്റെ ആ ഒരു ഭംഗിയും ഒരു ജീവിതശൈലിയും ഒക്കെ നന്നായിട്ട് തന്നെ ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്രിറ്റിസിസം നോക്കുമ്പോൾ തിരക്കഥയിലെ ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, സിനിമയുടെ ആ ഘടനയെ പ്രധാനമായും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിൻ്റെ ഒരു പേസിങ് വളരെ കുറവാണ്. ആദ്യ ഇതിലൊക്കെ പൂർണ്ണമായിട്ടും തമാശയിലൂടെ പെട്ടെന്ന് തന്നെ അത് കടന്നു പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കഥ വളരെ സീരിയസ് ആകുന്നതോടുകൂടി സിനിമയുടെ ആ ഒരു പേസിങ് ഒരുപാട് കുറയുകയാണ്. ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് നല്ല രീതിയിൽ ബോറി അടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു സ്മോൾ കണ്ടന്റ് വെച്ചിട്ട് സിനിമ അങ്ങ് വലിച്ചു നീട്ടുകയാണ്. ഒരു ചെറിയ ഓൺലൈൻ വച്ചിട്ട് 2.5 മണിക്കൂറോളം ഈ സിനിമ അങ്ങ് നീട്ടി വലിച്ച് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുകയാണ്. അത് ഒരു രീതിയിലും ഒരു എഫക്റ്റും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഹാഫിൽ 10-20 മിനിറ്റോളം ഉണ്ടല്ലോ, സിനിമ എങ്ങോട്ടാണ് പോകുന്നത്? വെറുതെ ഒന്ന് ബിൽഡ് ചെയ്യുകയാണ്. ബിൽഡ് ചെയ്ത് ആ ബിൽഡ് ചെയ്യുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ബിൽഡിംഗ് ആയിപ്പോയി.
അതോടൊപ്പം തന്നെ പിന്നെ രാധിക ശരത് കുമാറിൻ്റെ പെർഫോമൻസ് ഒക്കെ സൂപ്പറാണ്, അതിലാരും കുറ്റം പറയില്ല. പക്ഷേ ആ പുകഴ്ത്തലുകൾക്കിടയിലും സാങ്കേതികപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. സിനിമയുടെ തുടക്കത്തിലുണ്ടല്ലോ രാധികയുടെ സംഭാഷണം ശരിക്കും ആ ഒരു ശൈലിയും അല്പം ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. പല സിനിമകളിലും നമ്മൾ പിന്നെ രാധികയെ കണ്ടിട്ടുണ്ട്. സീരിയലിൽ തമിഴന്മാർക്ക് അറിയാവുന്ന നടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് രാധിക എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയാണ്, ആ തായ്ക്കിളവിയായിട്ട് വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് രാധികയുടെ നാച്ചുറലായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പുറത്തു വരികയാണ്, ഫേസിൽ വരികയാണ്. അതോടൊപ്പം തന്നെ ഡബ്ബിങ്ങിൽ ചില സ്ഥലങ്ങളിൽ പിന്നെ മേക്കപ്പ് കാരണമുണ്ടല്ലോ, ഈ ലിപ്പ് കറക്റ്റായിട്ട് അതിന് സിങ്ക് ആവുന്നില്ല, എവിടെയും എന്തൊക്കെ പൊരുത്തക്കേട് പോലെ എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ആ കഥാപാത്രത്തിൻ്റെ സ്വാഭാവികതയെ ആ ഒരു മേക്കപ്പ് നന്നായിട്ട് നല്ല ബാധിക്കുന്നുണ്ട്. ആ ഫേസിൽ വച്ചിരിക്കുന്ന ചുണ്ട്, പ്രത്യേകിച്ച് പിന്നെ ഈ ചുണ്ടിലൊക്കെ പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു സംഭവം കാണിക്കാൻ വേണ്ടി കച്ചടയാക്കി വെച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ആ സംഭാഷണങ്ങളുമായിട്ട് മാച്ച് ആവുന്നില്ല ആ ചുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നി. ചില രംഗങ്ങളിലുണ്ടല്ലോ ഈ ഗ്രാമീണ ഒരു ശൈലി അല്ലെങ്കിൽ സ്ലാങ് ഒക്കെ അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോണ്ടല്ലോ, അത് ഓവർ ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നിയതാണ്, ഓവർ ആക്ടിങ് ആയിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആ സിനിമ നൽകുന്ന ഒരു മെസ്സേജ് പക്ഷെ അത് ഓക്കെയാണ്, ബെസ്റ്റാണ്, ഓക്കെയാണ്. അത് പക്ഷെ അവതരിപ്പിച്ച രീതി അത് ഇത്തിരി പ്രശ്നമായിപ്പോയി. ഒരു ഉപദേശ രൂപണയുള്ള ഒരു ക്ലൈമാക്സ് ആയിപ്പോയി. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സിനിമ അല്പം നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക, ഒരു ഉപദേശം സ്വഭാവം കൈവരിക്കുകയാണ്. അത് ഒരുപക്ഷെ നമ്മളെ വൈകാരികമായിട്ട് കരയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോഴ്സ്ഡായിട്ട് ഇമോഷണൽ നമുക്ക് നൽകാൻ വേണ്ടി ആയിട്ട് ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു കാട്ടിക്കൂട്ടലായിട്ട് തോന്നി. സിനിമയിലെ വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഉപദേശം കേട്ട് നന്മപരങ്ങളായിട്ട് മാറുന്ന ഒരു പിന്നെ രീതി, ആ ഒരു ലോജിക്ക് പെട്ടെന്ന് അവർ നല്ലവരായി തീരുകയാണ് ആ ഉപദേശത്തോടുകൂടി. അത് ഇത്തിരി ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സാങ്കേതികപരമായിട്ടുള്ള ഒരുപാട് പരിമിതികൾ, സ്ലാങ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ആ മധുര ആ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ലല്ലോ. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസൊക്കെ ഈ സിനിമ കാണുന്നതാണല്ലോ, ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നതാണ്. ഇമോഷണലി ഒരുപാട് പിന്നെ ടച്ചിങ് ഉള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ വൈകാരികമായ രംഗങ്ങളിൽ കൂടുതൽ ആഴമുള്ളതാക്കാൻ വേണ്ടി പശ്ചാത്തല സംഗീതം കുറച്ചുകൂടി നന്നായിട്ട് പിന്നെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗംഭീരമാകുമായിരുന്നു. എനിക്ക് ചിലയിടത്തൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൻ്റെ ലോജിക്ക് ഇല്ലായ്മ എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ച് മക്കൾക്കിടയിലുള്ള തർക്കത്തിന്, അതോടൊപ്പം തന്നെ സ്വർണത്തിന് വേണ്ടിയുള്ള അവരുടെ പ്ലാനും ചിലയിടങ്ങളിൽ ഒരുപാട് ഡ്രാമാറ്റിക്കായിട്ട് ഒരു നാച്ചുറാലിറ്റി ഇല്ലാതെ ഡ്രാമയായിട്ട് മാറുകയാണ്. ചുരുക്കത്തിൽ അനാവശ്യമായിട്ടുള്ള ലാഗ്, ചിലയിടങ്ങളിൽ ഓവർ ആക്ടിങ്, അതോടൊപ്പം തന്നെ ഇമോഷണൽ രംഗങ്ങളിലെ ഒരുപാട് അതിപ്രസരം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു സംഭവം. മികച്ച കാസ്റ്റിംഗ് ആണ്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. കുറവുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പോലും അല്പം നമുക്ക് കുടുംബത്തോട് പോയിരുന്ന് കുറച്ച് സമയം ഇരുന്ന് കോമഡിയൊക്കെ ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ. എന്തായിരുന്നാലും നിരാശപ്പെടുത്തില്ല, സിനിമ കാണുമ്പോൾ നിരാശപ്പെടുത്തില്ല. പക്ഷേ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കുറേ പിശകുകൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അത്രയേ ഉള്ളൂ. സിനിമ ഒരു തവണ പോയി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തായ്ക്കിളവി ഫീൽ ചെയ്തത്. താങ്ക് യു.